ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ടെമ്പിൾ വ്ലോഗിലൂടെ നിങ്ങളെല്ലാവരെയും ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് തൃപ്പാദപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. തൃപ്പാദപുരം ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തിനടുത്തുള്ള തൃപ്പാദപുരം എന്ന സ്ഥലത്താണ്. വളരെയധികം ഐതിഹ്യങ്ങളും സവിശേഷതകളും നിറഞ്ഞ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാറക്കൂട്ടങ്ങൾ കൊണ്ട് അലങ്കൃതമായ പുണ്യപുരാതന ക്ഷേത്രമാണ് തൃപ്പാദപുരം ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെയധികം അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ക്ഷേത്ര പുനർനിർമ്മിതികൾ ചെയ്തു എന്നതൊഴിച്ചാൽ പഴമയുടെ പ്രൗഢി അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് തൃപ്പാദപുരം ശ്രീ മഹാദേവ ക്ഷേത്രം. വളരെയധികം ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് തൃപ്പാദപുരം ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ക്ഷേത്രത്തെ തൃപ്പാദപുരം ശ്രീ മഹാദേവ ക്ഷേത്രമെന്നും തൃപ്പാപ്പൂർ ശ്രീ മഹാദേവ ക്ഷേത്രമെന്നും വിളിക്കാറുണ്ട്. തൃപ്പാദപുരം ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന നാമത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. തൃപ്പാദപുരം ശ്രീ മഹാദേവ ക്ഷേത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൃപ്പാദം പതിഞ്ഞ മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ്. ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഉദിക്കുന്ന ചോദ്യം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആരുടെ തൃപ്പാദമായിരിക്കും പതിഞ്ഞിരിക്കുന്നത് എന്നല്ലേ? സാക്ഷാൽ ശ്രീ പത്മനാഭസ്വാമിയുടെ തൃപ്പാദം പതിഞ്ഞ മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ മഹാദേവ ക്ഷേത്രമായതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തെ തൃപ്പാദപുരം ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് വിളിക്കുന്നത്. പത്മനാഭസ്വാമിയുടെ 2 കാൽപാദങ്ങളും ഈ ക്ഷേത്രത്തിലെ ശിലയ്ക്ക് മുകളിൽ പതിഞ്ഞിരിക്കുന്നത് ഭക്തർക്ക് ഇന്നും ഇവിടെ വന്നാൽ ദർശിക്കാവുന്നതാണ്. അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന സവിശേഷത. ശ്രീ പത്മനാഭസ്വാമിയുടെ തൃപ്പാദം ഇവിടെ പതിയുവാനുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. വില്വമംഗലം സ്വാമിയാർക്ക് തിരുവനന്തപുരം ജില്ലയിലെ അനന്തൻകാട്ടിൽ വച്ച് ശ്രീ മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീ പത്മനാഭസ്വാമി അനന്തശയന വിഗ്രഹ രൂപത്തിൽ ദർശനം നൽകിയപ്പോൾ ആ അനന്തശയന വിഗ്രഹത്തിന് 18 യോജന നീളമുണ്ടായിരുന്നു. യോജന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന യോജന എന്നത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു മെഷർമെൻ്റാണ്. 18 യോജന എന്നത് ഏകദേശം 235 കിലോമീറ്ററോളം നീളത്തിന് തുല്യമാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാം എത്രത്തോളം നീളമുള്ള അനന്തശയന വിഗ്രഹമായിട്ടാണ് ശ്രീ പത്മനാഭസ്വാമി വില്വമംഗലം സ്വാമിയാർക്ക് ദർശനം നൽകിയത്. ഈ 18 യോജന നീളമുള്ള വിഗ്രഹത്തിൻ്റെ ശിരസ് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തിലും തിരുഉടൽ അല്ലെങ്കിൽ ഉടൽ ഭാഗം വില്വമംഗലം സ്വാമിയാർ നിന്നിരുന്ന അനന്തൻകാട്ടിലും തൃപ്പാദം അല്ലെങ്കിൽ കാൽപാദങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാണാൻ പോകുന്ന തൃപ്പാദപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലുമാണ് കാണപ്പെട്ടത്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ ശ്രീ പത്മനാഭസ്വാമിയുടെ തൃപ്പാദങ്ങൾ പതിയുവാനിടയായത്. ഇത്രയും ഭീമാകാരമായ വിഗ്രഹം കണ്ടപ്പോൾ വില്വമംഗലം സ്വാമിയാർ ശ്രീ പത്മനാഭസ്വാമിയോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി: ഭഗവാനെ, ഇത്രയും വലുപ്പമുള്ള അനന്തശയന വിഗ്രഹത്തെ എനിക്ക് പൂർണ്ണമായി പ്രദക്ഷിണം വയ്ക്കുവാൻ പോലും സാധിക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ദണ്ഡിൻ്റെ അല്ലെങ്കിൽ വടിയുടെ 3 വീതമായി ചുരുങ്ങിത്തരാൻ അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമിയോട് അല്ലെങ്കിൽ ശ്രീ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ട് ശ്രീ പത്മനാഭസ്വാമി 3 വീതമായി ചുരുങ്ങി. ശ്രീ പത്മനാഭസ്വാമിയുടെ അനന്തശയന വിഗ്രഹം 3 വീതമായി ചുരുങ്ങുകയുണ്ടായി. അങ്ങനെ 3 വീതമായി ചുരുങ്ങിയ അനന്തശയന വിഗ്രഹമാണ് നമ്മളെല്ലാവരും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ദർശിക്കുന്നത്. 3 വീതം ചുരുങ്ങി എന്ന് അർത്ഥവത്താക്കുന്നതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മളെല്ലാവരും പോകുമ്പോൾ അനന്തശയന വിഗ്രഹം നമ്മൾ 3 വാതിലിൽ കൂടെയാണ് അല്ലെങ്കിൽ 3 നടയിൽ കൂടെയാണ് ദർശിക്കുന്നത്. ശിരസ് ഭാഗം ഒരു നടയിൽ കൂടെയും ഒരു വാതിൽ കൂടെയും ഉടൽ ഭാഗം നടുക്കത്തെയുള്ള വാതിൽ കൂടെയും തൃപ്പാദം അല്ലെങ്കിൽ കാൽപാദങ്ങൾ വേറൊരു 3ാമത്തെ വാതിൽ കൂടെയുമാണ് ദർശിക്കുന്നത്. ഇത്രയുമാണ് തൃപ്പാദപുരം ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന പേരിന് പിന്നിലുള്ള ഐതിഹ്യം. ഇനി ഈ ക്ഷേത്രത്തെ തൃപ്പാപ്പൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നും വിളിക്കാറുണ്ട്.
തൃപ്പാപ്പൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നും വിളിക്കാനുള്ള പ്രധാന കാരണം പണ്ടുകാലത്ത് വേണാട് ഭരിച്ചിരുന്ന ഭരണാധികാരിയെ തൃപ്പാപ്പൂർ മൂപ്പൻ എന്നാണ് വിളിച്ചിരുന്നത്. തൃപ്പാപ്പൂർ മൂപ്പൻ്റെ സ്ഥാനാരോഹണം അല്ലെങ്കിൽ കിരീടധാരണം ഈ ക്ഷേത്ര സന്നിധിയിൽ വച്ചായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് തൃപ്പാപ്പൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നും വിളിക്കാൻ ഉള്ള കാരണം. മാർത്താണ്ഡവർമ്മ ഉൾപ്പെടെയുള്ള പല ഭരണാധികാരികളുടെയും കിരീടധാരണം ഈ ക്ഷേത്ര സന്നിധിയിൽ വച്ചാണ് നടന്നിരുന്നത്. ഇനി നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് തൃപ്പാദൂരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രധാന നട. ഈ പ്രധാന നടയിൽ കൂടി നമുക്ക് അകത്തേക്ക് കടക്കാം. നിങ്ങൾ ഈ മുകളിൽ കാണുന്ന പെയിൻറ്റിങ്സ് ഡിഫറെൻറ്റ് യന്ത്രാസിൻ്റെ പെയിൻറ്റിങ്സ് ആണ്. നിങ്ങൾ കേട്ട് കാണും, സരസ്വതി യന്ത്ര, ഗണേഷ് യന്ത്ര, ഗരുഡ യന്ത്ര, മഹാലക്ഷ്മി യന്ത്ര, അങ്ങനെ ഡിഫറെൻറ്റ് യന്ത്രാസിൻ്റെ പെയിൻറ്റിങ്സ് ആണ് ഈ മുകൾ ഭാഗത്തായിട്ട് കാണുന്നത്. ഈ കാണുന്നതാണ് ക്ഷേത്രക്കുളമാണ്. ഈ കാണുന്നത് തൃപ്പാദൂരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളമാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് തൃപ്പാദൂരം ശ്രീ മഹാദേവൻ്റെ സന്നിധിയിലേക്കാണ്. ശ്രീ മഹാദേവൻ്റെ ഓം നമഃ ശിവായ രാമേശ്വരായ ശിവരാമേശ്വരായ തൃപ്പാദൂരം ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയിലും ചില സവിശേഷതകളുണ്ട്. ശ്രീ മഹാദേവൻ്റെ ശ്രീകോവിലിന് മുമ്പിൽ വച്ച് തന്നെയാകട്ടെ ആ സവിശേഷതകളെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈ ക്ഷേത്രത്തിൽ 2 മുഖ്യ പ്രതിഷ്ഠകളാണ് ഉള്ളത്. കിഴക്ക് ദർശനമായി ഭഗവാൻ ശ്രീ മഹാദേവനും പടിഞ്ഞാറ് ദർശനമായി ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവും പരസ്പരം അഭിമുഖമായി കുടികൊള്ളുന്നു. ശ്രീ മഹാദേവനും ശ്രീ മഹാവിഷ്ണുവും പരസ്പരം അഭിമുഖമായി കുടികൊള്ളുന്ന തെക്കൻ കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. മുഖ്യ പ്രതിഷ്ഠകൾ 2 ആയതിനാൽ തിരുവുത്സവങ്ങളും 2 ആയിട്ടാണ് നടത്തുന്നത്. മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലും തുലാമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലുമാണ് ക്ഷേത്രത്തിൽ ഉത്സവങ്ങൾ കൊടിയേറുന്നത്. ഈ ക്ഷേത്രത്തിലെ ശ്രീ മഹാദേവ പ്രതിഷ്ഠയുടെ ഐതിഹ്യങ്ങൾ ഇപ്രകാരമാണ്. സതീവിരഹം മൂലം കോപിഷ്ഠനായ ശ്രീ മഹാദേവൻ തന്നെ അപമാനിച്ച ദക്ഷനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ തുനിഞ്ഞു. അതനുസരിച്ച് തൃക്കണ്ണിൽ നിന്ന് ശ്രീ ഭദ്രകാളിക്ക് ജന്മം നൽകിയ കോപിഷ്ഠനായ മഹാദേവനാണ് ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് ഒരു വിശ്വാസം. മഹാദേവ പ്രതിഷ്ഠയെക്കുറിച്ച് വേറൊരു ഐതിഹ്യം കൂടിയുണ്ട്. അർജുനനെ പരീക്ഷിക്കാൻ കിരാതമൂർത്തിയായിട്ട് അവതരിച്ച ശ്രീ മഹാദേവനാണ് ഇവിടെ കുടികൊള്ളുന്നു എന്നും വിശ്വാസമുണ്ട്. കിരാതമൂർത്തിയായിട്ട് അവതരിച്ച ശ്രീ മഹാദേവനും അർജുനനും തമ്മിലുള്ള യുദ്ധം നടന്നത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് എന്നതും വിശ്വസിക്കപ്പെടുന്നു. ഈ 2 ഐതിഹ്യങ്ങളിലും മഹാദേവൻ കോപിഷ്ഠനായിട്ടാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ കോപിഷ്ഠനായ മഹാദേവൻ്റെ കോപം കുറച്ച് ശാന്തഭാവത്തിലാക്കാനും അല്ലെങ്കിൽ അനുഗ്രഹീത ഭാവത്തിലാക്കാനായിട്ടാണ് ശ്രീ മഹാദേവ പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായി ശ്രീ മഹാവിഷ്ണു പടിഞ്ഞാറ് ദർശനമായി രൂപം കൊണ്ടത് എന്നുമാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ മഹാദേവ പ്രതിഷ്ഠയുടെ മറ്റൊരു പ്രധാന സവിശേഷത കോപിഷ്ഠഭാവത്തിലാണ് മഹാദേവ പ്രതിഷ്ഠ എങ്കിലും ശ്രീ മഹാദേവൻ്റെ അഭിമുഖമായി ശ്രീ മഹാവിഷ്ണു കുടികൊള്ളുന്നു എന്നതുകൊണ്ട് തന്നെ ശ്രീ മഹാദേവൻ അനുഗ്രഹീത ഭാവത്തിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ഈ ക്ഷേത്രത്തിലെ ശ്രീ മഹാദേവ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും പൂർണ്ണ പ്രദക്ഷിണം ചെയ്യാവുന്നതാണ്. അതായത് ഓവ് മുറിച്ച് കടന്ന് പ്രദക്ഷിണം നടത്താവുന്നതാണ്. സാധാരണയായി ശിവക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുമ്പോൾ പൂർണ്ണ പ്രദക്ഷിണം അനുവദനീയമല്ല. അതായത് ഓവ് മുറിച്ച് കടന്ന് നമ്മൾ ആരും പ്രദക്ഷിണം വയ്ക്കാറില്ല. പക്ഷേ ഈ ക്ഷേത്രത്തിൽ പ്രധാന ശ്രീകോവിലുള്ള മഹാദേവ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും നമുക്ക് ഓവ് മുറിച്ച് കടന്ന് പൂർണ്ണ പ്രദക്ഷിണം സാധ്യമാണ്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത. ഈ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി അയ്യപ്പസ്വാമിയും ഗണപതി ഭഗവാനും വരാഹമൂർത്തിയും നാഗദൈവങ്ങളുമുണ്ട്. ഉപദേവന്മാർക്കെല്ലാം തന്നെ പ്രത്യേക ശ്രീകോവിലുകളുമുണ്ട്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന സവിശേഷത ഈ ക്ഷേത്രത്തിലെ
പ്രധാന ശ്രീകോവിലിലുള്ള ശിവലിംഗ പ്രതിഷ്ഠ കൂടാതെ പ്രധാന ശ്രീകോവിലിന് പുറത്ത് 5 ശിവലിംഗ പ്രതിഷ്ഠയാണ് ഉള്ളത്. നാലമ്പലത്തിൽ ഒരു ശിവലിംഗ പ്രതിഷ്ഠ. ഈ ശിവലിംഗ പ്രതിഷ്ഠ ഇടം കൊടുത്ത മഹാദേവൻ എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാന ശ്രീകോവിലിന് പുറത്ത് തെക്കുവശത്ത് പാറയ്ക്കുള്ളിലായി 2 ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. കൺകണ്ട മഹാദേവനും കൺമൂല മഹാദേവനും. ഇതുകൂടാതെ ശ്രീകോവിലിന് പുറത്ത് അലവരൻ മഹാദേവ പ്രതിഷ്ഠയും മാധേശ്വരത്ത് മഹാദേവ പ്രതിഷ്ഠയും ഉണ്ട്. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ ആകെ 6 ശിവലിംഗ പ്രതിഷ്ഠയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശിവരാത്രി ദിവസം 6 ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു ശിവക്ഷേത്രം സന്ദർശിച്ചാൽ എന്നും വിശ്വാസമുണ്ട്. ഇനി നമുക്ക് പ്രധാന ശ്രീകോവിലിന് പുറത്തുള്ള ദൃശ്യങ്ങൾ കാണാം. തൃപ്പാദൂരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അമ്പലമണിയും കൊടിമരവുമാണ് നിങ്ങളീ കാണുന്നത്. ഇനി നമുക്ക് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിന് പുറത്തുള്ള ദൃശ്യങ്ങൾ കാണാം. നിങ്ങളീ കാണുന്നതാണ് തൃപ്പാദൂരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ. ഈ കാണുന്ന ശ്രീകോവിലിനുള്ളിലാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ 2 കാൽപാദങ്ങളും പതിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ബോർഡ് കാണാമെന്ന് വിശ്വസിക്കുന്നു. അവിടെ എഴുതി വച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭസ്വാമിയുടെ പാദം, ശ്രീ പത്മനാഭസ്വാമി പാദം എന്ന് എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന സവിശേഷതയായ കണ്ണുതീർത്ഥം അല്ലെങ്കിൽ നയനതീർത്ഥം. ഈ കണ്ണുതീർത്ഥം അല്ലെങ്കിൽ നയനതീർത്ഥം എന്നത് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന സവിശേഷതയാണ്. ഇതൊരു ചെറിയൊരു ജലാശയമാണ്. ഈ ക്ഷേത്രത്തിലെ പാറപ്പുറത്ത് നയനാകൃതിയിൽ കാണപ്പെടുന്ന ചെറിയൊരു ജലാശയമാണ് കണ്ണുതീർത്ഥം അല്ലെങ്കിൽ നയനതീർത്ഥം. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം ഈ ജലാശയത്തിന് ഒരു നയനത്തിൻ്റെ ആകൃതിയാണ് ഉള്ളത്. ഈ കണ്ണുതീർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ നയനതീർത്ഥത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത, ഈ ചെറിയ ജലാശയം വേനൽക്കാലത്ത് വറ്റിപ്പോവുകയോ മഴക്കാലത്ത് കവിഞ്ഞൊഴുകുകയോ ചെയ്യാറില്ല. എല്ലാ സമയത്തും അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ഈ കണ്ണുതീർത്ഥത്തിനും പറയാനുണ്ട് ഒരു ഐതിഹ്യം. ആ ഐതിഹ്യം ഇപ്രകാരമാണ്. കിരാതമൂർത്തിയായിട്ട് അവതരിച്ച ശ്രീ മഹാദേവനും അർജുനനും തമ്മിലുള്ള യുദ്ധം ഈ സ്ഥലത്ത് വച്ചാണ് നടന്നത് എന്നും യുദ്ധത്തിനിടയിൽ അർജുനൻ്റെ അമ്പുകൊണ്ട് ശ്രീ മഹാദേവൻ്റെ കയ്യിൽ നിന്ന് രക്തം വരികയും ചെയ്തു. അത് കണ്ടിട്ട് പാർവതി ദേവിക്ക് വിഷമം ഉണ്ടാവുകയും കണ്ണുനീർ ഒഴുകി വരികയും ചെയ്തു. അങ്ങനെ പാർവതി ദേവിയിൽ നിന്ന് വന്ന കണ്ണുനീരാണ് ഈ കണ്ണുതീർത്ഥമായിട്ട് ഇവിടെ കാണപ്പെടുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ നയനതീർത്ഥത്തിൽ വന്ന് ഭക്തർ വഴിപാട് നടത്തുകയും നയനരോഗങ്ങൾ മാറാനായിട്ട് വഴിപാട് ചെയ്യാറുണ്ട്. നയനരോഗങ്ങൾ മാറിയതായിട്ട് തന്നെയാണ് അനുഭവസാക്ഷ്യങ്ങൾ. ക്ഷേത്രത്തിലെ ഉപദേവന്മാരുടെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്. ശ്രീകോവിലാണ് ഈ കാണുന്നത്. ഈ ശ്രീകോവിലാണ് ശാസ്താവും വരാഹമൂർത്തിയും അയ്യപ്പ ഭഗവാനും സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്നത് വളരെയധികം പഴക്കമുള്ള ഒരു ആൽമരമായിരുന്നു കണ്ടത്. ഇനി ഈ കാണുന്നത് പാറയ്ക്കുള്ളിൽ ഉള്ള ശിവലിംഗ പ്രതിഷ്ഠയായ കൺകണ്ട മഹാദേവനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ശ്രീകോവിലിന് പുറത്തുള്ള വേറൊരു ശിവലിംഗ പ്രതിഷ്ഠയായ അലവരൻ മഹാദേവൻ എന്ന ശിവലിംഗ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്. അതുകൂടാതെ തന്നെയുള്ള വേറൊരു ശിവലിംഗ പ്രതിഷ്ഠയായ മാധേശ്വരത്ത് മഹാദേവ പ്രതിഷ്ഠയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രക്കുളമാണ് ഇപ്പോൾ ഈ കാണുന്നത്.
പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായി രുദ്രാക്ഷ വൃക്ഷമുണ്ട്. ആ രുദ്രാക്ഷ വൃക്ഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവസ്തോത്ര നാമാവലിയാണ് ഈ കാണുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് പാറയ്ക്കുള്ളിലെ ശിവലിംഗ പ്രതിഷ്ഠയായ കൺമൂല മഹാദേവനാണ് ഈ കാണുന്നത്. പാറയ്ക്കുള്ളിലെ ശിവലിംഗ പ്രതിഷ്ഠയായ കൺമൂല മഹാദേവൻ ആണ് കാണുന്നത്. ഇനി നമുക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് നടക്കാം. ശ്രീ മഹാദേവന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് തൃപ്പാദൂരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീകോവിലിലേക്കാണ് പോകുന്നത്. കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ശ്രീ മഹാദേവൻ്റെ അഭിമുഖമായി പടിഞ്ഞാറോട്ട് ദർശനമായി ശംഖു ചക്ര ഗദാധാരിയായിട്ടാണ് ഇവിടെ ശ്രീ മഹാവിഷ്ണു കുടികൊള്ളുന്നത്. ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നടക്ക് ഇരുവശങ്ങളിലുമായിട്ട് ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദശാവതാര ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ശ്രീ വാമനൻ ശില്പമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ വലതുവശത്തും ശ്രീ പരശുരാമസ്വാമി, ശ്രീരാമസ്വാമി, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നീ ശില്പങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരസിംഹമൂർത്തിയുടെ ശില്പമാണ് ഇപ്പോൾ കാണുന്നത്. വരാഹം, കൂർമ്മം, മത്സ്യാവതാരം, ശ്രീ മഹാവിഷ്ണു, ശംഖുചക്ര ഗദാധാരിയായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ശില്പം. ശ്രീകോവിലിന് പുറത്ത് ഇടതുവശത്തായി ഗോകുലം ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഗോകുലത്തിൽ ജനിച്ച സുന്ദരിക്കുട്ടിയായ നന്ദിനിക്കുട്ടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്ന് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തെ ചില ദൃശ്യങ്ങൾ ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ശ്രീകോവിലിനകത്തുള്ള ദൃശ്യങ്ങൾ. ഇനി നമുക്ക് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കാഴ്ചശീവേലിയും കൂടി കണ്ടിട്ട് വരാം.
ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും നിങ്ങളെ ഒന്ന് സുപരിചിതരാക്കുക എന്നത് മാത്രമാണ് ഞാൻ ഈ ടെമ്പിൾ വ്ലോഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. ശ്രീ തൃപ്പാദപുരത്തപ്പൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അതിന് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രശാന്തസുന്ദരമായ അന്തരീക്ഷവും പോസിറ്റീവ് എനർജിയും എല്ലാത്തിനും ഉപരിയായി ദേവൻ്റെ സാന്നിധ്യവും നിങ്ങളിവിടെ വന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. അതെൻ്റെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിനും അപ്പുറമാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് ദർശിക്കേണ്ട ക്ഷേത്രമാണ് തൃപ്പാദപുരം ശ്രീ മഹാദേവ ക്ഷേത്രം. എല്ലാവർക്കും ഈ ടെമ്പിൾ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. So thank you for watching my video. Take care and bye.